നിലമ്പൂർ നിയോജക മണ്ഡലത്തിൽ 6.45 കോടി രൂപയാണ് സംസ്ഥാന സർക്കാർ ക്ഷേമ പെൻഷനായി നൽകുന്നതെന്ന് റഹീം എം പി പറഞ്ഞു. ഇത് കൈപ്പറ്റുന്ന 1,00,000-ഓളം പേരെയാണ് കെ.സി. വേണുഗോപാൽ അധിക്ഷേപിച്ചത്. നിലമ്പൂരിൽ അടിസ്ഥാന സൗകര്യങ്ങൾ എത്തിയത് ഇടതുപക്ഷത്തിന്റെ കാലത്താണെന്നും ഇതെല്ലാം ജനങ്ങൾ ഓർക്കുമെന്നും റഹീം പറഞ്ഞു. 6.45 കോടി രൂപ ഈ മണ്ഡലത്തിൽ ക്ഷേമ പെൻഷനത്തിൽ വിതരണം ചെയ്തു. 6.45 കോടി രൂപ പ്രതിമാസം വാങ്ങിക്കുന്ന ഏതാണ്ട് 1,00,000-ഓളം വരുന്ന ആളുകളെയാണ് ശ്രീ കെ.സി. വേണുഗോപാൽ കൈക്കൂലി വാങ്ങുന്നവരെന്ന് ആക്ഷേപിച്ചത്. ഇവിടെ ഒരു പഞ്ചായത്തിൽ മാത്രം മനസ്സിലാക്കേണ്ടത് ലൈഫ് ഭവന നിർമ്മാണ പദ്ധതിയിൽ 1000 വീടുകളാണ് വെച്ച് നൽകിയത്. ഒരു പഞ്ചായത്ത്, മെരുവമ്പലം പഞ്ചായത്ത് അല്ലേ, അമരമ്പലം പഞ്ചായത്ത്. ആ അമരമ്പലം പഞ്ചായത്ത് മാത്രം 1000 വീട് വെച്ച് നൽകി. മറ്റ് പഞ്ചായത്തുകൾ വേറെ. അങ്ങനെ എത്ര പേർക്കാണ് വീട് കിട്ടിയത്? ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റ്, ഇവിടുത്തെ റോഡുകൾ 2016 മുമ്പുള്ള ഇവിടുത്തെ റോഡുകൾ എങ്ങനെയായിരുന്നു? മലയോര ഹൈവേ യാഥാർത്ഥ്യമായി. ആ മലയോര ഹൈവേ നിലമ്പൂരിലൂടെ കടന്നു പോവുകയാണ്. മലയോര ഹൈവേ മാത്രമല്ല, ഉൾറോഡുകളിൽ പോലും റബ്ബറൈസ്ഡായ റോഡുകൾ. ഈ മാറ്റമുണ്ടായത് എപ്പോഴെന്ന് ഇവിടുത്തെ ജനങ്ങൾക്കറിയാം.